പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിങ്കളാഴ്ച രാവിലെ സ്കൂൾ തുറക്കുകയാണ്. വിദ്യാലയങ്ങൾ തുറക്കുന്ന വേളയിൽ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. സുപ്രഭാതം മിനിസ്റ്ററെ. സുപ്രഭാതം മിനിസ്റ്ററെ, യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഒരുപാട് പരിഷ്കാരങ്ങൾക്ക് താങ്കൾ തയ്യാറെടുക്കുന്നു എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഗുണനിലവാരം ഉയർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ താങ്കൾ പല പരിഷ്കാരങ്ങളും ഈ അധ്യയന വർഷത്തിൽ ആലോചിക്കുന്നു. എന്താണ് പ്രധാനമായും താങ്കൾക്ക്, ഒരുപാട് മാതാപിതാക്കൾ ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരോട് പറയാനുള്ളത്, കുട്ടികളോടും? നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനമാണ്. അത് വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സമസ്ത മേഖലയിലുള്ള ജനങ്ങളും പ്രത്യക്ഷമായും പരോക്ഷമായും ഇടപെടുന്ന ഒരു മേഖലയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയെന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും ഒരു കുട്ടി പഠിക്കാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. നമുക്ക് ഏതാണ്ട് 13,570 സ്കൂളുകളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനപ്രകാരമായി 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷനാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് സാധാരണ ഇപ്പോൾ ഉള്ളത് 3 പരീക്ഷകളാണ് നിലവിലുള്ളത്. ഫസ്റ്റ് ടൈം പരീക്ഷ, ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, ലാസ്റ്റ് പരീക്ഷ. അപ്പോൾ ഇതിൻ്റെ മൂല്യനിർണ്ണയം അധ്യാപകർ തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ചോദ്യപേപ്പറെല്ലാം ഉണ്ടാക്കുന്നതും അതാത് വിദ്യാലയങ്ങളിൽ തന്നെയാണ് ചോദ്യപേപ്പറെല്ലാം ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ഓൾ പ്രൊമോഷൻ സമ്പ്രദായം വന്നതോടുകൂടി കുട്ടികളുടെ നിലവാരം വേണ്ടവണ്ണം മെച്ചപ്പെടുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. സാധാരണഗതിയിൽ നമുക്ക് ഒരു പരീക്ഷ കഴിഞ്ഞാൽ ആ പരീക്ഷയിൽ കിട്ടുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ചർച്ചയും, ഏതെങ്കിലും ക്ലാസ്സിൽ ഏതെങ്കിലും വിഷയത്തിൽ മോശമായ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അഡീഷണൽ ശ്രദ്ധ കൊടുക്കുകയൊക്കെ ചെയ്ത് കുട്ടിയുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്ന ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ദേശീയാടിസ്ഥാനത്തിൽ തന്നെ ഈ കുട്ടികളുടെ നിലവാരത്തെ അളക്കുന്നതിന് വേണ്ടിയുള്ള 2-3 സമ്പ്രദായങ്ങൾ ഉണ്ട്, സംസ്ഥാനാടിസ്ഥാനത്തിലും ഉണ്ട്. അത്തരം കുട്ടികളുടെ നിലവാരം അളക്കുന്ന സമ്പ്രദായത്തിൽ നമ്മൾ കുറച്ച് പുറകോട്ടാണ് ഉള്ള ഒരു സത്യം കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1 മുതൽ 9 വരെയുള്ള കുട്ടികളുടെ നിലവാരം നമുക്ക് നന്നായി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതിൽ അധ്യാപകരുടെ ഉത്തരവാദിത്വം എന്താണ്, PTA ഉത്തരവാദിത്വം എന്താണ്, സ്കൂൾ അധികാരികളുടെ ഉത്തരവാദിത്വം എന്താണ്, രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്വം എന്താണ്, ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. അതിൽ കുറേ കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം 10-ാം ക്ലാസ്സാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പിന്നെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വഴിത്തിരിവാണ് 10-ാം ക്ലാസ് പരീക്ഷ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി 10-ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് 99% മുകളിലാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു SSLC പോലുള്ള ഒരു പരീക്ഷ നടത്തുന്നതിന് നാം നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ വളരെ വലുതാണ്. സാധാരണഗതിയിൽ 6 മാസങ്ങൾക്ക് മുമ്പേ ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 മാസത്തെ ക്യാമ്പ് നടത്തണം. അതിന് ഓരോ വിഷയത്തിനും 4 ജോഡി ചോദ്യപേപ്പർ ഉണ്ടാക്കണം. അതിനുശേഷം വളരെ രഹസ്യമായ ഒരു പ്രസ്സിൽ പ്രിൻ്റ് ചെയ്യണം. ആ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ചോദ്യപേപ്പർ ട്രഷറിയിൽ സൂക്ഷിക്കണം. അതിനുശേഷം അത് വളരെ ഭദ്രമായി തന്നെ കുട്ടികൾക്ക് പൊട്ടിച്ച് വിതരണം ചെയ്യണം. ആ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഉത്തരക്കടലാസ് സൂക്ഷിക്കണം. അതിനുശേഷം കേന്ദ്രീകൃത വാല്യൂഷനുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് റിസൾട്ട് പ്രഖ്യാപിക്കുക. ഈ പ്രക്രിയയെല്ലാം കൂടി ലക്ഷക്കണക്കിന് രൂപയും അധ്വാനവും ഒക്കെ തന്നെ ചിലവാണ്. അവസാനം വരുന്ന ഇതിൻ്റെ എല്ലാം മെച്ചം എന്ന് പറഞ്ഞാൽ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ 99% റിസൾട്ടാണ് നമുക്ക് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വരുന്നത്. അപ്പോൾ അത് നമുക്ക് കുട്ടികളുടെ അക്കാഡമിക് നിലവാരത്തെ ബാധിക്കുന്നുണ്ട്. നമുക്ക് ദേശീയാടിസ്ഥാനത്തിൽ നിന്ന് ഇപ്പോൾ 10ഓളം വരുന്ന പരീക്ഷകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് പരീക്ഷ ഉണ്ട്, മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയുണ്ട്, ലോയ്ക്കുള്ള പരീക്ഷയുണ്ട്, BEdനുള്ള പരീക്ഷയുണ്ട്, കേന്ദ്ര യൂണിവേഴ്സിറ്റികൾക്കുള്ള പരീക്ഷയുണ്ട്. അതിലൊക്കെ തന്നെ നമ്മളെ കുട്ടികൾ മുന്നിൽ വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം, നമ്മുടെ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ ഹയർ സെക്കൻഡറി പ്രവേശനം.
സഫീഷ്യൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ കിട്ടാതെ പോകും. വടക്കൻ കേരളത്തിലൊക്കെ തന്നെ അത് വലിയൊരു വിമർശനമായിട്ട് ഉയർത്തിയിട്ടുണ്ട് ചില പാർട്ടികൾ. അപ്പോൾ അതിനെക്കുറിച്ച് മിനിസ്റ്റർക്ക് പറയാനുള്ളത് എന്താണ്? കാര്യം ഒരുപാട് രക്ഷകർത്താക്കൾ ഇപ്പോൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ആ SLCയുടെ പറഞ്ഞ് തീർത്തിട്ട് അതിലത്തേക്ക് വന്നുകൊള്ളാം. ഇപ്പോൾ SLC പരീക്ഷാ ഫലം നമുക്ക് അവർ വാല്യൂ ചെയ്യുന്നത് 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയ്ക്ക് 100 മാർക്കിൻ്റെ ചോദ്യം, അതിൽ 20 മാർക്ക് അധ്യാപകന് ദാനം ചെയ്യാം. ബാക്കി 80 മാർക്കിൻ്റെ ചോദ്യത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ആ 80 മാർക്കിന് 10 മാർക്കിൻ്റെ ഉത്തരം ഉത്തരമായാൽ 20 10 30 ആ കുട്ടി ജയിച്ചു കഴിഞ്ഞു. 50 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 10 മാർക്ക് അധ്യാപകന് ദാനം ചെയ്യാം, ഒരു നിബന്ധനകളുമില്ലാതെ. ബാക്കി 40 മാർക്കിൻ്റെ ശരി ഉത്തരമാണ് എഴുതേണ്ടത്. അതിൽ 5 മാർക്കിൻ്റെ ശരി ഉത്തരം എഴുതിയാൽ 10 5 15 മാർക്ക് ആ കുട്ടി ജയിച്ചതായി അങ്ങനെ പോവുകയാണ്. ഈ രീതിക്ക് മാറ്റം വന്ന് സബ്ജക്റ്റിന് ജയിക്കണം. ഓരോ സബ്ജക്റ്റിന് ജയിക്കുന്ന മാർക്ക് ഉണ്ടാവണം, സബ്ജക്റ്റ് മിനിമം ഉണ്ടാവണം. അങ്ങ് ശ്രീകണ്ഠൻ നായരെല്ലാം പരീക്ഷ എഴുതിയപ്പോൾ 35 മുകളിൽ നല്ല മാർക്ക് വാങ്ങിയിട്ട് ആയിരിക്കുമല്ലോ പരീക്ഷയ്ക്ക് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ സബ്ജക്റ്റ് മിനിമം ആകുമ്പോൾ നമുക്ക് കുട്ടികൾ നേരത്തെ തന്നെ പറഞ്ഞാൽ കുട്ടികൾ ആ സബ്ജക്റ്റ് മിനിമത്തിൽ എത്തുന്നതിന് വേണ്ടിയുള്ള പഠനം നന്നായി നടത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇവിടെ. അപ്പോൾ അധ്യാപകർ കുറച്ച് കൂടുതൽ അധ്വാനിക്കേണ്ടി വരും, രക്ഷകർത്താക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും, കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. ഒരു പരീക്ഷ മാത്രമല്ല ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക്. പാഠ്യേതര വിഷയങ്ങളും നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടതായിട്ടുണ്ട്. സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷവും ഈ 99% ആയപ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മലബാർ മേഖലയിൽ സീറ്റ് പരിഹാരം കാണുന്നതിന് വേണ്ടി 10% മാർജിനൽ സീറ്റും 20% മാർജിനൽ സീറ്റും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. കൂടാതെ മലപ്പുറം ജില്ലയിൽ ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുകയും A+ വാങ്ങുകയൊക്കെ ചെയ്ത ഒരു ജില്ല എന്നുള്ള നിലയിൽ 14 ബാച്ചുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് പുനഃസ്ഥാപിക്കപ്പെടുകയും അവിടെയും 10% 20% സീറ്റെല്ലാം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, SSLC പരീക്ഷ പാസ്സായ കുട്ടികൾക്ക് +1 കോഴ്സ് മാത്രമല്ല, ITA കോഴ്സുണ്ട്. ITA കോഴ്സിൽ പഠിക്കാം. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സിന് പഠിക്കാം. സ്കോൾ കേരള നടത്തുന്ന കോഴ്സിൽ ചേരാം. അല്ലാതെ ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളൊക്കെ തന്നെ ഉണ്ട്. അതിരുന്നോട്ടെ. ഇപ്പോൾ മലപ്പുറം ജില്ല പ്രത്യേകം എടുത്താൽ ആകെ 80,250 സീറ്റുകൾ ആണ് അവിടെ ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയിൽ നമുക്ക് ലഭ്യമായ സീറ്റെന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ ജില്ലയ്ക്കുള്ളിൽ അപേക്ഷകൾ അവിടെ ലഭിച്ചിട്ടുള്ളത് 74,305 ജില്ലയ്ക്കുള്ളിൽ അപേക്ഷ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ജില്ലയ്ക്ക് പുറത്ത് ലഭിച്ചിട്ടുള്ളത് 7,620 അപേക്ഷയാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ അവിടുത്തെ ഒരു പ്രശ്നം ഇന്നലെ ബഹുമാനപ്പെട്ട കാണുന്ന അവരുടെ MLA-മാരുണ്ടായിരുന്നു. എന്നെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. അവരെ ഈ എണ്ണത്തിലൊക്കെ സമ്മതിക്കുന്നുണ്ട്. എണ്ണം ടോട്ടൽ അനുവദിച്ചിട്ടുള്ള സീറ്റും ജയിച്ച കുട്ടികളുടെ എണ്ണവും കൂടെ നോക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടേണ്ടതാണ്. അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ഉദ്ദേശിക്കുന്ന പഞ്ചായത്തിൽ ഉള്ള സ്കൂളിൽ കിട്ടുക എന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നത്തിൽ അവർ പറയുന്നതിൽ ഒരു കഴമ്പുണ്ട്. ഒരു ക്ലാസ്സിൽ ഇപ്പോൾ 70 കുട്ടികൾ വരെ പഠിക്കുന്നുണ്ട്. അത് ക്ലാസ്സിൻ്റെ ഒരു സുഗമമായ നടത്തിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അത് പരിഹാരം കാണുന്നതിനുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തുന്നുണ്ടാണ്. അതല്ലാതെ ഈ സീറ്റിൻ്റെ കാര്യത്തിലുള്ള ശബ്ദം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമാണ്. നമുക്ക് ഒരു കാര്യം ഈ ഗവൺമെൻറ് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഉപരിപഠനത്തിന് +1 പഠിക്കാൻ താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതിനുള്ള അവസരവും കിട്ടും. അഞ്ജു പത്മകുമാറിനെ പോലെ ഈ പരിപാടി ഇപ്പം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ ക്ഷാമം നമ്മുടെ വിദ്യാലയങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ടോ? ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കാൻ സർക്കാരിന് താല്പര്യമുണ്ടോ? ഇതാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കൂടി ഉയർത്തണ്ടേ എന്ന് ചില പ്രേക്ഷകരൊക്കെ യൂട്യൂബിലൂടെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ആ ചോദ്യം പ്രസക്തിയുള്ള ചോദ്യമാണ്, ന്യായമായ ചോദ്യമാണ്. ഈ ഗവൺമെൻറ് ഇംഗ്ലീഷ് അധ്യാപകരുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റിൽ 200 നമ്പർ ഞാൻ കൃത്യമായിട്ട് ഓർമ്മിക്കുന്നില്ല. ആ കോടതി പറഞ്ഞിട്ടുള്ള നമ്പർ തന്നെ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കരാറടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോടതിയിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം കേസുണ്ട്. കോടതി പറയുന്നത് പെർമനൻ്റായിട്ട് തന്നെ അധ്യാപകരെ നിയമിക്കണമെന്നുള്ള നിലയിൽ പറയുകയാണ്. നമുക്ക് ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ്. കുട്ടികൾക്ക് ഇംഗ്ലീഷിൻ്റെ നിലവാരം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത് ഇംഗ്ലീഷ് അറിയാവുന്ന അധ്യാപകൻ തന്നെ, ഇംഗ്ലീഷ് അധ്യാപകൻ തന്നെ പഠിപ്പിക്കണമെന്ന കാര്യത്തിലും തർക്കമില്ല. ചിലയിടത്തെങ്കിലും
അധ്യാപകരുടെ കുറവ് കാരണം മറ്റ് സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന അധ്യാപകരും ക്ലാസ് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും സത്യമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുകയാണ്. നന്ദി മിനിസ്റ്റർ വി ശിവൻകുട്ടി. എന്തായാലും ഈ പുതിയ അധ്യയന വർഷത്തിൽ അങ്ങ് ഈ നിലവാരം ഉയർത്താനുള്ള അങ്ങയുടെ ശ്രമം, ഈ സബ്ജക്ട് മിനിമം എന്നുള്ള പരിഷ്കാരം ഉൾപ്പെടെ എല്ലാ പരിഷ്കാരങ്ങളും വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ. താങ്ക് യു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുകയായിരുന്നു. എന്തായാലും അടുത്ത തിങ്കളാഴ്ച സ്കൂളുകൾ തുറക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കുറച്ചധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ എത്തിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പുതിയ കാര്യങ്ങൾ പറയുന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.